പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലായിട്ട് ഇറക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ പാക്കേജിങ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സുകളുണ്ട്. അപ്പം അതാണ് ഈ ഒരു വീഡിയോയ്ക്ക് അതൊരു കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഡൈലൈൻ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബോക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് pugdora.com എന്ന വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഡൈലൈൻസ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോക്സുകളുണ്ടാവും. നമുക്കൊരു ബോക്സ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഡൈലൈനാണ്. അപ്പോൾ അത് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പുള്ള ബോക്സ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡൈലൈൻ എടുക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ട്രേ ബോക്സ് ഉണ്ട്. അപ്പം പെർഫ്യൂമിനൊക്കെ നമുക്ക് ആ ഒരു ബോക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഡിസ്പ്ലേ ബോക്സ്, ഇപ്പം സ്പൈസസ് ഐറ്റം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ആയിട്ട് കാണേണ്ട, അതായത് വിൻഡോ കൊടുക്കേണ്ട ബോക്സുകൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം പേപ്പർ ക്യാരി ബാഗ്സ്, അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു സെക്ഷൻ അതിനകത്തുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ബോക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ആദ്യം തന്നെ എല്ലാ ബോക്സും നോക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും സ്യൂട്ട് ആകുന്ന ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനൊരു സൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് അനുയോജ്യമായുള്ള സൈസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. 1 മില്ലിമീറ്ററോ അല്ലെങ്കിൽ ഇഞ്ചസിലോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സൈസിനനുസരിച്ച് ഈ ബോക്സിൻ്റെ ഷേപ്പ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ലെങ്താണ് ആദ്യത്തെ ഒരു പോർഷൻ കാണുന്നത്. ആദ്യത്തെ ലൈൻസിൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ട് കാണുന്നത് അതിൻ്റെ ലെങ്താണ്. രണ്ടാമത്തത് കാണുന്നത് അതിൻ്റെ വിഡ്ത്താണ്. ആ ബോക്സിന് എത്ര വിഡ്ത്ത് വേണമെന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റാണ്. നമ്മുടെ ബോക്സിന് എത്ര ഹൈറ്റ് വേണമെന്നുള്ളത്. ഈ മൂന്നും കൊടുത്തു കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ കണ്ടോ, ഇപ്പോൾ 306.85 ഏറ്റവും താഴെ കണ്ടോ 405.5. അതാണ് അത്രയും ഏരിയയാണ് നമുക്ക് പ്രിൻറ്റിങ്ങിന് വേണ്ടി വരുന്ന ഒരു ഏരിയ. അപ്പോൾ സാമ്പിൾ പ്രോഡക്റ്റ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ 19 ഇഞ്ച് 13 ഇഞ്ചാണ് നമ്മുടെ പേപ്പറിൻ്റെ സൈസ്. അപ്പം നമുക്കതിനകത്ത് പ്രിൻറ്റിങ് ഏരിയ 12.5 18.5 വരുന്നത്. അപ്പോൾ ആ ഒരു സൈസിനകത്ത് ഇത് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് 12 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 15.9 ആണല്ലോ. അപ്പോൾ ആ ഒരു സൈസ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റും. അതായത് ഒരു പീസായിട്ടോ അല്ലെങ്കിൽ 10 പീസായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസിന് മുകളിലാണെങ്കിൽ നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റില്ല. മിനിമം 500 അല്ലെങ്കിൽ 1000 പീസൊക്കെ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ക്യാൻവാസ് ഇപ്പം 18 12 എന്നുള്ള ആ ഒരു സൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് ആ ഒരു സൈസിലുള്ളൊരു ബോക്സാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഈ വൈറ്റ് ബോർഡർ കാണുന്നതാണ് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ 15.5 എന്നുള്ളത് നമുക്കൊരു 16 12 ആ ഒരു സൈസ് നമുക്കൊരു ബോക്സ് വരച്ചിട്ട് നമ്മുടെ അതിനകത്ത് എത്ര പീസ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പം സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഷീറ്റിനകത്ത് ഒറ്റ പീസാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രോഡക്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില പ്രോഡക്റ്റിന് നമുക്ക് ഒരു ഷീറ്റിനകത്ത് ചിലപ്പോൾ 2 കിട്ടും, ചിലത് 4 കിട്ടും. അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബോക്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റേറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ 10 ഷീറ്റ് ലാമിനേഷൻ ചെയ്യുന്നതിന് ഒരു റേറ്റാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 10 ഷീറ്റ് പ്രിൻ്റ് ആൻഡ് കട്ട് ചെയ്യുന്നതും ഒരു റേറ്റാണ്. അത് ഒരു ഷീറ്റ് പ്രിൻ്റ് ആൻഡ് കട്ട് ചെയ്താലും 10 ഷീറ്റ് പ്രിൻ്റ് ആൻഡ് കട്ട് ചെയ്താലും സെയിം റേറ്റാണ്. ഉദാഹരണം ഒരു 5 ഷീറ്റ് ആകുമ്പോൾ 575 അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ആ സ്ഥാനത്ത് ഡബിൾ വരുന്നില്ല. അപ്പോൾ 10 ഷീറ്റ് ആകുമ്പോൾ 680 ആകുന്നുള്ളൂ. അതായത് എണ്ണം കൂടുന്നതിനനുസരിച്ച് പെർ പീസിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ സൈസ് ഉദാഹരണം പറഞ്ഞാൽ അത് 21.5 28 എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, ഒരു A4 സൈസ്. ആ ഒരു സൈസാണ് നമുക്ക് 4 അപ്സ് കിട്ടും. അതായത് 4 വ്യത്യസ്തമായ ഡിസൈൻ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു പീസ് ചെയ്യുമ്പോൾ ഏകദേശം 5905 ആണല്ലോ, അതായത് ആവറേജ് വരും കാണിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു 100 പീസ് ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് വരുന്നുണ്ട് 6350 രൂപയാണ്. അത് പെർ പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 63.5 വരുന്നത്. അതേ സമയത്തിന് ഇപ്പോൾ 200 ആകുമ്പോൾ ഡബിൾ ആകുന്നില്ല. എൻ്റെ പെർ പീസിൻ്റെ റേറ്റ് 34 രൂപയുടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 500 ആകുമ്പോൾ 16 രൂപ പെർ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 പീസ് ആകുമ്പോഴത്തേന് അതിൻ്റെ പെർ പീസിൻ്റെ റേറ്റ് 10.04 രൂപ. അതായത് എണ്ണം കൂടുമ്പോൾ പെർ പീസിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡൈയുടെ കോസ്റ്റ് ഒരു തവണ വരത്തുള്ളൂ. പിന്നീട് നമുക്ക് ആ ഡൈ വെച്ച് പല തവണ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഡൈ കട്ടിങ് കോസ്റ്റാണ് പിന്നീട് വരുന്നത്. ഒരേ പ്രൊഡക്റ്റുള്ള ഒരേ സൈസുള്ള പല ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൈ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്.